ഹലോ നമസ്കാരം. ഗൂഗിൾ ഇന്ത്യയിലെ വിദ്യാർത്ഥികൾക്കായി ഏകദേശം 19,500 രൂപ വില വരുന്ന അവരുടെ പ്രോ വേർഷൻ, അതായത് ജെമിനി പ്രോ വേർഷൻ ഒരു വർഷത്തേക്ക് വിദ്യാർത്ഥികൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രോ വേർഷൻ ആക്ടിവേറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ഈ പ്രോ വേർഷനിലൂടെ കിട്ടുന്ന നേട്ടങ്ങൾ എങ്ങനെയാണ്, നിങ്ങൾക്കിത് എങ്ങനെയാണ് ഉപകാരപ്പെടുക, ലാസ്റ്റ് ഡേറ്റ് എന്നാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് കിടക്കാം. അത് നിങ്ങൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി അറിയാൻ വേണ്ടിയിട്ട് ഗൂഗിളിൽ എന്ത് ചെയ്താൽ മതി, ഗൂഗിൾ ജെമിനി സ്റ്റുഡൻറ്റ് എന്നോ ഗൂഗിൾ ജെമിനി എന്ന് അടിച്ചാലോ സ്റ്റുഡൻറ്റ് ഓഫർ എന്നൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കാണാം. അവിടെ ജെമിനി ഫോർ സ്റ്റുഡൻറ്റ് എന്നുള്ളതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് കാണാൻ കഴിയും ഏകദേശം 19,500 രൂപയാണ് ഗൂഗിൾ ജെമിനി പ്രോ വേർഷൻ 1 ഇയർ ആവുന്നത്. അതാണ് നമ്മൾക്ക് എന്ത് ചെയ്തത് 1 ഇയറിലേക്ക് ഫ്രീ ആയിട്ട് തരുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഇതിലൂടെ കിട്ടും, എന്തൊക്കെയാണ് വിദ്യാർത്ഥികൾക്ക് ഇതുകൊണ്ട് ഹെൽപ്ഫുൾ ആവുക എന്നുള്ളത് പറയാം. അപ്പോൾ ചില ആളുകൾ വിദ്യാർത്ഥികളല്ലാത്ത ആളുകൾക്കും ഈ പ്രോ വേർഷൻ ഉപയോഗിക്കാം. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങളുടെ ഏതെങ്കിലും കുടുംബക്കാരെങ്കിലും ഈ ഓഫർ ആക്ടിവേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അവരുടെ ID കാർഡോ എന്തെങ്കിലും മതി. എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണ്ടെന്നുള്ളത് കൃത്യമായിട്ട് പറയാം. അപ്പോൾ ആദ്യം നമുക്ക് എന്തൊക്കെയാണ് ഇതുകൊണ്ട് കിട്ടുന്ന ഗുണങ്ങൾ എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന്, നമുക്ക് ജെമിനിൻ്റെ 2.5 പ്രോ വേർഷനാണ് ഉപയോഗിക്കാൻ പറ്റും. അതായത് നമ്മൾ എല്ലാവരും നമുക്ക് ഫ്രീയിൽ ഫ്ലാഷ് വേർഷനാണ്, ഇത് പ്രോ വേർഷനാണ്. പ്രോ വേർഷൻ ആകുമ്പോൾ ഒന്നുകൂടി അഡ്വാൻസ്ഡ് ആണ്, നമ്മുടെ റിസൾട്ടുകൾക്കൊക്കെ ഒന്നുകൂടി എൻഹാൻസ്ഡ് ആയിട്ടുള്ള റിസൾട്ടുകളാണ് നമുക്ക് കിട്ടുക. പിന്നെ നമുക്ക് രണ്ടാമത് കിട്ടുന്നതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള VO3 വീഡിയോ ജനറേഷൻ ഓപ്ഷൻ നമുക്കിതിലൂടെ എന്ത് ചെയ്യും കിട്ടും. പിന്നെ അതേപോലെ തന്നെ ഡീപ്പ് റിസർച്ച്, അതായത് മുമ്പും ഡീപ്പ് റിസർച്ച് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അതിനൊക്കെ ലിമിറ്റ് ഉണ്ടായിരുന്നു. ഇനി മുതൽ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആണ്. അതായത് നിങ്ങൾ എന്തെങ്കിലും ഗവേഷണം നടത്താനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റ് ആയിട്ട് വളരെ ഡെപ്ത് ആയിട്ടുള്ള സ്റ്റഡീസ് നടത്തണമെങ്കിലോ നിങ്ങൾക്ക് ബെസ്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഡീപ്പ് റിസർച്ച്. പിന്നെ അതേപോലെ തന്നെ നോട്ട്ബുക്ക് LMൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന, നോട്ട്ബുക്ക് LMൽ മാത്രമല്ല ഇത് ജെമിനിയിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓഡിയോ ഓവർവ്യൂ ഉണ്ടാക്കാൻ പറ്റും. അതായത് നിങ്ങളിപ്പോൾ ജെമിനിയിൽ എന്തെങ്കിലും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഓഡിയോ രൂപം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓഡിയോ രൂപം നിങ്ങൾക്ക് കിട്ടും. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ജെമിനിയിൽ സെർച്ച് ചെയ്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ഔട്ട്പുട്ടുകളൊക്കെ ഡോക്യുമെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. ഈ ഓപ്ഷൻ നേരത്തെ ഉണ്ടായിരുന്നോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഫസ്റ്റ് ഉണ്ടായിരുന്നു, പിന്നെ അവർ ഈ ഒരു ഓപ്ഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ ജെമിനി ലൈവ്, ഇതൊക്കെ ഫ്രീ വേർഷനിൽ ഓൾറെഡി കിട്ടുന്നതാണ്. അടുത്തത് പ്രീമിയം ഉപയോഗിച്ചുകൊണ്ട് കിട്ടുന്ന 3 പ്രധാനപ്പെട്ട ഗുണങ്ങളാണ്. ഒന്നാമത്തേത് എന്ന് പറയുന്നത് 2 TB സ്റ്റോറേജ് കിട്ടും എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് 2 TB, അതായത് ഏകദേശം 500, 1000, 2000 GB നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് ഇവരുടേത് ഉപയോഗിക്കാൻ പറ്റും. രണ്ടാമത്തേത് നോട്ട്ബുക്ക് LM. നമുക്ക് നോട്ട്ബുക്ക് LMൻ്റെ ഫ്രീ വേർഷനിൽ 1, 2, 3 തവണയൊക്കെയുള്ളൂ നമുക്ക് ഒരു ദിവസം ഉപയോഗിക്കാൻ പറ്റും. ഇത് പ്രോ വേർഷനാണ്. പ്രോ വേർഷനിലാണ് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. പിന്നെ ഓഡിയോ നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റും, പോഡ്കാസ്റ്റുകൾ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ പുതിയൊരു ബീറ്റ വേർഷൻ ഉണ്ട്. അതായത് നിങ്ങളിപ്പോൾ ഒരു എക്സാമ്പിൾ നിങ്ങളുടെ ഏതെങ്കിലും ഒന്നിൻ്റെ സമ്മറി ചോദിച്ചു, അപ്പോൾ ആ സമ്മറി ഒരു പോഡ്കാസ്റ്റ് രൂപത്തിൽ 2 ആളുകൾ പറഞ്ഞു തരുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നോട്ട്ബുക്ക് LMനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ ലിങ്ക് ഇവിടെ മുകളിൽ കൊടുക്കുന്നുണ്ട്. വിദ്യാർത്ഥികളാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് സ്പെസിഫിക് ആയിട്ട് എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നുള്ള വീഡിയോ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അപ്പോൾ അത് കാണാം. അപ്പോൾ ഈ നോട്ട്ബുക്ക് LMൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, നിങ്ങൾ സമ്മറി എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ 2 ആളുകൾ അത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ആ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതിൻ്റെ ഇടയിൽ കയറി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സംശയങ്ങൾ ഓഡിയോ ആയിട്ട് ചോദിക്കാൻ പറ്റും. പിന്നെ ഒരുപാട് ബെനിഫിറ്റുകളുണ്ട് നോട്ട്ബുക്ക് LM. വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ എന്തായാലും നമ്മുടെ വിദ്യാർത്ഥികൾക്കായിട്ടുള്ള നോട്ട്ബുക്ക് LMൻ്റെ വീഡിയോ നിങ്ങൾ കാണണം. ഓക്കെ. പിന്നെ അടുത്തത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ് ജെമിനി. എവിടെയുണ്ട്, ജിമെയിലും ഡോക്കിലൊക്കെ നിങ്ങൾക്ക് ജെമിനി അവൈലബിൾ ആണ്. അതൊരു കുഞ്ഞു എക്സാമ്പിൾ കാണിച്ചത്. അപ്പോൾ ഇത് ഗൂഗിൾ ഡോക്കാണ്. ഗൂഗിൾ ഡോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ മൈക്രോസോഫ്റ്റ് വേർഡിൻ്റെ അതേ ഫംഗ്ഷൻ ചെയ്യുന്ന ഫയലാണ് ഗൂഗിൾ ഡോക്ക്. അപ്പോൾ ഇവിടെ ഇപ്പോൾ കണ്ടോ, ജനറേറ്റഡ് ഡോക്യുമെൻറ്റ്. ഇപ്പോൾ നമുക്കിവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു AI ടൂൾ വെച്ചിട്ട് നമുക്ക് ഇവിടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജനറേറ്റീവ് കണ്ടന്റ് ഇവിടെ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. മുമ്പൊക്കെ നമ്മളെന്താ വെച്ചാൽ ജെമിനിന്ന് കോപ്പി ചെയ്തിട്ട് ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്യണം. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ ഒരുപാട് ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഫങ്ഷൻസ് ഈ പ്രീമിയത്തിലൂടെ നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ ജിമെയിലൊക്കെ റിപ്ലൈ കൊടുക്കാനൊക്കെ നമുക്ക് അവിടെ തന്നെ ജനറേറ്റീവ് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ ഒരു ഓഫർ ആക്ടിവേറ്റ് ചെയ്യുന്നതിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഗെറ്റ് ഓഫർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ വിദ്യാർത്ഥി ആണ് എന്നുള്ളത് വെരിഫൈ ചെയ്യണം. അപ്പോൾ വെരിഫൈ എലിജിബിലിറ്റി ക്ലിക്ക് ചെയ്തു. തുടർന്ന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഏത് കോളേജിലാണോ പഠിക്കുന്നത് അത് നമ്മളിവിടെ കൊടുക്കണം. പിന്നെ നമ്മൾ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ അഡ്രസ്സ് കാര്യങ്ങൾ നമ്മളിവിടെ കൊടുക്കണം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അതൊന്ന് ഫില്ല് ചെയ്യാണ്.
അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്തു, എൻ്റെ കോളേജിൻ്റെതും എൻ്റെ പേരും ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും ഡേറ്റ് ഓഫ് ബർത്ത് പിന്നെ ഇമെയിൽ അഡ്രസ്സൊക്കെ കൊടുത്തു. ഇനി ഞാൻ വെരിഫൈ ചെയ്യാൻ എൻ്റെ സ്റ്റുഡൻറ്റ് സ്റ്റാറ്റസ് വെരിഫൈ ചെയ്യാണ്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എന്ത് ചെയ്യും, സ്കൂൾ ക്രെഡൻഷ്യൽ വെരിഫൈ ചെയ്യാൻ പറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ അപ്ലോഡ് പ്രൂഫ് ഫോർ എൻറോൾമെൻറ്റ്, നമ്മൾ ഏതെങ്കിലും ID കാർഡ് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സാണ് കൊടുക്കേണ്ടതെന്ന് ഇവർ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ചിലപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ഇപ്പോൾ ഒരുപാട് ആളുകൾ സൈൻ ഇൻ ചെയ്യോട് ചിലപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴൊക്കെ ഇത് ലോഗ് ഔട്ട് ശരിയാവാത്ത ഇഷ്യൂസ് ഉണ്ടാകും. അപ്പോൾ റീഫ്രഷ് ചെയ്യുക, കാര്യങ്ങൾ കൊടുക്കുക. അപ്പോൾ ഇവിടെ ഒന്ന് പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ സ്കൂൾ ID കാർഡ് വേണം. അതിലേറ്റവും പ്രത്യേകം ശ്രദ്ധിക്കണം എന്താ വെച്ചാൽ നമ്മൾ എന്നാണോ സ്കൂളിൻ്റെ അല്ലെങ്കിൽ കോളേജിൻ്റെ കാലാവധി കഴിയുന്നത് ആ ഡേറ്റ് എന്തായാലും നിങ്ങളുടെ ID കാർഡിൽ വേണം. ഇഗ്നോൻ്റെ ID കാർഡിൽ അതില്ലാത്തതുകൊണ്ട് അവരെന്ത് ചെയ്യണം, വേറെ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമ്മളെ ക്ലാസ്സിൻ്റെ സ്കെഡ്യൂൾ കൊടുത്താൽ മതി. അത് ശരിക്കും നമ്മൾക്കത് എത്രത്തോളം ക്ലാസ് സ്കെഡ്യൂള് ഡോക്യുമെൻ്റ് ആയിട്ട് അതിൽ നമ്മുടെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് എത്രത്തോളം നിങ്ങൾക്ക് അവൈലബിൾ ആവും എന്നറിയില്ല. പക്ഷേ ട്യൂഷൻ റെസിപ്റ്റ് എല്ലാവർക്കും ഉണ്ടാകും. അത് നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, അപ്ലോഡ് ചെയ്യാൻ പറ്റും. പിന്നെ JPG PNG PDF ഒക്കെ കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എന്താ വെച്ചാൽ നിങ്ങൾ സ്റ്റുഡൻ്റ് അല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്റ്റുഡൻ്റ് ID കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ സ്കൂൾ ID കാർഡ് കൊടുക്കുമ്പോൾ അതിൽ എന്നാണോ നിങ്ങളുടെ ഡ്യൂറേഷൻ കോഴ്സിൻ്റെ കാലാവധി തീരുന്നത് അത് ഇവിടെ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യണം, കൊടുക്കണം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം വെച്ചാൽ ഇവിടെയാണ് കുറേ ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുക. സജസ്റ്റഡ് ഡോക്യുമെൻറ്റ് ടൈപ്പുകളാണ് ഇവയൊക്കെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാമെന്നുള്ള ഓപ്ഷൻസ് ആണ്. ഇതല്ലാത്ത വേറെ ഏതെങ്കിലും ഡോക്യുമെൻ്റ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് ചെയ്ത് നോക്കാം. ഇനി നിങ്ങൾക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മളുടെ ഏതെങ്കിലും നമ്മൾ കൊടുത്ത ഡോക്യുമെൻ്റ് വെരിഫൈ ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ലെങ്കിൽ അവർ വീണ്ടും നമ്മൾക്ക് എന്ത് ചെയ്യും, മെയിൽ അയക്കും. എന്നിട്ട് വേറെ ഏതെങ്കിലും പ്രൂഫുകൾ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഒന്ന് കൊള്ളായാലും നിങ്ങൾക്ക് പ്രശ്നമില്ല, അടുത്ത പ്രൂഫ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അപ്ലോഡ് ചെയ്താൽ മതി. അപ്പോൾ ഞാനിവിടെ ആഡ് ഡോക്യുമെൻ്റ് കൊടുത്തു. ഞാൻ എൻ്റെ ഡോക്യുമെൻ്റ് ഇവിടെ എന്ത് ചെയ്തു, അപ്ലോഡ് ചെയ്തു. ശേഷം ഞാൻ എന്ത് ചെയ്തു, സബ്മിറ്റ് ഓപ്ഷൻ കൊടുത്തു. അപ്പോൾ നമുക്കൊരു 20 സെക്കൻഡ് എടുക്കുമെന്ന് പറയും. ഇവർ ഏകദേശം വെരിഫൈ ചെയ്യാൻ അരമണിക്കൂറും എടുക്കുന്ന പറയുന്നത്. ചിലപ്പോൾ 2 ദിവസം വരെ എടുക്കാം എന്നും പറയുന്നുണ്ട്. എന്തായാലും നിങ്ങൾ മെയിൽ എപ്പോഴും ചെക്ക് ചെയ്ത് നോക്കുക. മെയിലിൽ തന്നെ നിങ്ങളുടെ സ്പാം ഒന്ന് നോക്കി നോക്കുക. ചിലപ്പോൾ സ്പാമിലേക്ക് ഇവരുടെ മെസ്സേജ് പോകുന്നുണ്ട്. അപ്പോൾ വെരിഫിക്കേഷൻ കിട്ടുന്നില്ലെങ്കിൽ കൺഫേമിങ് മെസ്സേജ് വരുന്നില്ലെങ്കിൽ നിങ്ങൾ അതൊന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇവിടെ തന്നെ ഇവർ പറയുന്നുണ്ട് നോർമലി ഹാഫ് അവറാണ് എടുക്കുക, പക്ഷേ വോളിയം കൂടിയോണ്ട് 2 ദിവസം വരെ എടുക്കാം എന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഏത് മെയിലാണോ കൊടുത്ത ആ മെയിൽ വഴി കോൺടാക്ട് ചെയ്യും എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇന്ത്യയിൽ ഇപ്പോൾ ഫ്രീ ആയതുകൊണ്ട് തന്നെ മാസമായിട്ട് ആളുകൾ ഇത് എന്ത് ചെയ്യും, സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നുണ്ടാവും. അപ്പോൾ അതെല്ലാവരും എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനി നിങ്ങൾക്ക് വെരിഫൈ ആവുന്നില്ലെങ്കിൽ വേറെ നെക്സ്റ്റ് ഏത് ഡോക്യുമെൻ്റാണ് നിങ്ങൾക്കുള്ളത് അത് അപ്ലോഡ് ചെയ്തിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീണ്ടും നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. ലാസ്റ്റായിട്ട് നിങ്ങളോട് പറയാനുള്ളത്, ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഓഫറാണ് ഗൂഗിൾ നമ്മൾക്കായിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെ പരിചയത്തിലുള്ള സ്കൂൾ ഗ്രൂപ്പുകളിലേക്ക്, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പുകളിലേക്ക്, ഫാമിലി ഗ്രൂപ്പുകൾക്കൊക്കെ നിങ്ങളിത് അറിയിച്ചു കൊടുക്കണം. ഇങ്ങനെ ഒരു കിടിലൻ ഓഫർ. കാരണം എന്താ വെച്ചാൽ ജെമിനിയുടെ ഒക്കെ പ്രോ വേർഷൻ വഴി നിങ്ങൾക്ക് സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഉപയോഗമുണ്ട്. നോട്ട്ബുക്ക് വെച്ചിട്ടും സെർച്ച് എഞ്ചിൻ വെച്ചിട്ടൊക്കെ ഒരുപാട് ഉപകാരം നിങ്ങൾക്കുണ്ട്. അതേപോലെ തന്നെ ഗൂഗിൾ ഡോക്കും, പിന്നെ ഇനി സ്റ്റോറേജ് ഉപയോഗിക്കുന്നവർക്ക് 2 TB സ്റ്റോറേജ്, അങ്ങനെ ഒരുപാട് ഉപകാരങ്ങളുണ്ട്. അപ്പോൾ ഇത് എല്ലാവരിലേക്ക് എത്തിക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്, അതായത് ഈ ഓഫർ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് സെപ്റ്റംബർ 15 വരെയാണ്. അപ്പോൾ അതിൻ്റെ മുമ്പ് എന്ത് ചെയ്യണം, ഈ ഓഫർ നിങ്ങൾ എടുക്കണം. കാരണം 1 വർഷത്തേക്ക് നമുക്ക് നല്ല കിടിലം ഓഫർ ഗൂഗിൾ ഫ്രീ ആയിട്ട് തന്നിട്ടുള്ളതാണ്. ഇതേപോലെ തന്നെ നമുക്ക് പെർപ്ലെക്സിറ്റി എന്ന് പറഞ്ഞൊരു കിടിലം വേറൊരു AI ടൂള് എയർടെൽ യൂസേഴ്സിന് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലുണ്ട്. അപ്പോൾ പെർപ്ലെക്സിറ്റി വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ ആ വീഡിയോ ഫുള്ളായിട്ട് കാണാം. താങ്ക് യു സോ മച്ച്. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യണം, കമൻറ്റിൽ രേഖപ്പെടുത്തുകയും വേണം. താങ്ക് യു സോ മച്ച്.